പ്രധാനപ്പെട്ട വാർത്തയാണ്. മദ്യലഹരിയിൽ വാഹനം ഓടിച്ച സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച വാഹനം കാൽനട യാത്രക്കാരനെ ഇടിച്ചു. സിദ്ധാർത്ഥ് ഓടിച്ച കാറ് ലോട്ടറി വിൽപ്പനക്കാരനെയാണ് ഇടിച്ചത്. സംഭവത്തിൽ സിദ്ധാർത്ഥിനെതിരെ പോലീസ് കേസെടുത്തു. കോട്ടയം നാട്ടകത്ത് രാത്രിയിലായിരുന്നു അപകടം. അപകടശേഷം നാട്ടുകാരെയും പോലീസുകാരെയും താരം ആക്രമിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ബലം പ്രയോഗിച്ചാണ് സിദ്ധാർത്ഥിനെ കസ്റ്റഡിയിലെടുത്തത്. നമുക്കറിയാം, ഒരുപാട് സീരിയലുകൾ അല്ലെങ്കിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന സീരിയലുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ ഒരു മുഖം. ഏറെ ശ്രദ്ധേയനാണ്. ഇപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലിൽ പോലും ഈ താരമുണ്ട്. പല ചാനലുകളിലെയും പല സീരിയലുകളും ഒക്കെ തന്നെ താരം നിലനിൽക്കുന്നുണ്ട്. താരത്തിൻ്റെ ആ ദൃശ്യങ്ങൾ, അവിടുത്തെ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ ദൃശ്യങ്ങളൊന്ന് എന്താണ് ആ സംഭവം അതൊന്ന് പ്ലേ ചെയ്യാം. കോടതി ഞങ്ങൾ വഴി വന്നേ, നീ എന്നെ പോക്ക പുള്ളിനെ ഇടിച്ചിട്ട് ാണ് ഈ നാടൻ ഭാഷയിൽ, പ്രാദേശിക ഭാഷയിലൊക്കെ പറഞ്ഞാൽ അടിച്ചു പൂസായി എന്നൊക്കെ പറയും. അങ്ങനെയാണ് ചില പ്രതികരണമൊക്കെ. പോലീസ്, നിയമം, കോടതി നോക്കിക്കോളും എന്നൊക്കെയാണ് പറയുന്നത്. കാർ ഓടിച്ച് ഒരു കാൽനട യാത്രക്കാരനെ ഇടിച്ച ശേഷമുള്ള പറച്ചിലാണ് ഈ പറയുന്നത് താരം. അപ്പോൾ ഇതെങ്ങനെയാണ് സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണല്ലോ. ഒരു സീരിയൽ താരം കാർ ഓടിച്ച്, മദ്യാസക്തിയിൽ കാർ ഓടിച്ച് ഒരു കാൽനട യാത്രക്കാരനെ ഇടിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏത് തരത്തിൽ ഈ വാർത്തയൊക്കെ നിർവചിക്കപ്പെടും എന്നുള്ളത് നമുക്കറിയാം. ഒരു ലോട്ടറി വിൽപ്പനക്കാരനെയാണ് ഇടിച്ചത്. ഇടിച്ച ലോട്ടറി വിൽപ്പനക്കാരന് ആരോഗ്യനില ഗുരുതരമല്ല എന്ന് കരുതുന്നു. നിലവിൽ സിദ്ധാർത്ഥിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോട്ടയം നാട്ടകത്തായിരുന്നു ഈ സംഭവം. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ഈ ദൃശ്യങ്ങളൊക്കെ അതിന് ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരൊക്കെ തടഞ്ഞു വെച്ച ശേഷം പകർത്തിയ ദൃശ്യമാണെന്ന് മനസ്സിലാക്കുന്നു. അപകടശേഷം നാട്ടുകാരെയും പോലീസുകാരെയും ഒക്കെ താരം ആക്രമിച്ചു എന്നാണ് പറയുന്നത്. മദ്യലഹരിയിലാണ്, ബലം പ്രയോഗിച്ചാണ് പിന്നീട് സിദ്ധാർത്ഥിനെ കസ്റ്റഡിയിൽ എടുത്തതെന്നും കൂടിയാണ് ലഭിക്കുന്ന വിവരം.